Audience. ഏട്ടാ ഏട്ടാ ഓ ബെർമുഡ ഒരെണ്ണം വെച്ചാ മതിയാ? മതി മതി, ഒരു ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളു. 2 ജോഡിയെ വെച്ചിട്ടുള്ളൂ, വെള്ളത്തിലൊക്കെ ഇറങ്ങണല്ലേ അങ്ങനെ നനഞ്ഞാലോ. അത് മതി, ഒരുപാടൊന്നും വെക്കല്ലേ. ഇല്ലെന്ന് ഇതെന്താടി? ഹൗസ് ബോട്ടിൽ പോണം നാളെ. അത് ഇന്നാണാ? നാളെ. ഞാൻ കരുതി ശനിയാഴ്ചയാന്ന്. നാളെ ശനിയാഴ്ച അല്ലേ? നാളെ ശനിയാഴ്ചയല്ല, നാളെ വെള്ളി. ആണാ? ഇതുവരെ ഒരു ടൂറിന് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്ക് എന്റെ പൊന്നോ എന്തൊരാവേശം. ഭാര്യയും മക്കളും പെങ്ങളും ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് അങ്ങ് പോയി സുഖിക്കാൻ പോവല്ലേ? ഒറ്റയ്ക്കൊന്നും അല്ല, ഞങ്ങള് കുറച്ച് പോലീസുകാരുണ്ട്. അടിയാണ്ട ഇതുകൂടെ അങ്ങകത്തേക്ക് വെച്ചേക്കണേ. എന്റെ ഏട്ട ഇത് ഇപ്പൊ അങ്ങോട്ട് കഴുകിയിട്ടതേ ഉള്ളു. എപ്പൊ നോക്കിയാലും ഏട്ടൻ ഈ ഷർട്ട് എടുക്കും, വേറെ പണിയൊന്നും ഇല്ല. പോടുന്നു ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. കോൺഫിഡൻസ് അത് നരച്ച വെളുത്ത്. എന്നാലും ഉണ്ടല്ലോ, ഇത് കിട്ടുമ്പോ ഒരു ഐശ്വര്യം ഉണ്ട്. എല്ലാരും പറഞ്ഞത് കൊള്ളാം, നിങ്ങൾക്ക് മാത്രം ഇഷ്ടപ്പെടാറുള്ളൂ. നല്ല ഐശ്വര്യം. ഇവന്റെ കാര്യം പറഞ്ഞ നിന്റെ മുഖം ഓർക്കുമ്പോ നിന്റെ മുഖം അല്ല കാണുന്നത്, ഈ ഷർട്ട് മാത്രമേ ആണല്ലോ. അതാണ് എന്റെ ഐഡന്റിറ്റി. കനകം പോലീസ് എന്ന് പറഞ്ഞ ഇതാണ്. ഇതിന്റെ വെയിറ്റ് ഞാൻ സഹിച്ചു. എങ്ങോട്ടേ പോണത്? എവിടെയാ? അല്ല ഇത് എന്തിന്റെ ടൂറാ ഇപ്പൊ? ഇത് ഞങ്ങളുടെ ഒരു ബഷീർ എന്ന് എസ് ഐ സാർ ഉണ്ടായിരുന്നു. പുള്ളി അടുത്ത മാസം റിട്ടയർഡ് ആവും. അപ്പൊ പുള്ളിയും ഞങ്ങളെല്ലാം അവിടെ ചേർന്ന് ഒരു 10-12 പോലീസ് അവിടെ ചേർന്ന് ഒരു കറക്കം. 12 പോലീസുകാരാ? അപ്പൊ ഇതിന്റെ സ്റ്റേഷനിൽ പോലീസുകാരൊന്നും ഉണ്ടാവില്ലല്ലോ, കള്ളന്മാർക്ക് ആവശ്യത്തിന് ഇറങ്ങി കക്കാം. ഇവരുടെ സ്റ്റേഷനിൽ നല്ല ചേച്ചി, പല പല സ്റ്റേഷനിൽ നിന്നുള്ളവരാ. ആണോ? പിന്നല്ല. എവിടേക്കാ പോണേ? ഞങ്ങള് കൊല്ലത്ത് എല്ലാവരും ഒത്തുകൂടും. അതിനുശേഷം അവിടെ നിന്ന് ഹൗസ് ബോട്ടിൽ ഹൗസ് ബോട്ടിൽ ഞങ്ങളെല്ലാവരുടെ ചേർന്ന് നേരെ മൺട്രോത്തുരുത്ത്. അവിടെയല്ലേ നമ്മളന്ന് പോയത്? അവിടെ ചിലപ്പോൾ അവിടെ ഒന്ന് കയറും. അന്ന് നമ്മൾ നല്ല കൂട്ടായല്ലേ, ചിലപ്പോൾ ഒന്ന് കയറും. പക്ഷെ അവിടെ അല്ല നമ്മുടെ ലക്ഷ്യം. അതിനപ്പുറത്ത് നമ്മുടെ വേറൊരു നമ്മുടെ പ്രദീപിന്റെ ഒരു ബന്ധുവിന്റെ ഒരു റിസോർട്ടുണ്ട്. അവിടെ കയറിയിട്ട് നേരെ സാമ്പ്രാണിക്കുടി പോകും. അവിടെ വെള്ളം കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. സാമ്പ്രാണിക്കുടിയോ? അയ്യോ ഭയങ്കര ഫേമസ് അല്ല, അത്ര ഫേമസ് ഒന്നും അല്ല, എന്നാലും ഫേമസ് ആയുള്ളടത്തൊക്കെ നിങ്ങൾ പോകും. അതെ, അവിടെ നമുക്ക് മുട്ടപ്പം വെള്ളത്തിൽ ഇറങ്ങി നടക്കാം. ഒരുപാട് ദൂരം ഇങ്ങനെ വിശാലമായിട്ട് കിടപ്പുണ്ട്. അതിനുശേഷം ഉച്ചയാകുമ്പോ ഹൗസ് ബോട്ടിനകത്തോട്ട് കയറിയിട്ട് കപ്പ കരിമീൻ കാപ്പി. കരിമീനും കാപ്പിയോ? അല്ല, അതല്ല ശരി. കപ്പ കരിമീൻ കള്ള്, അതങ്ങ് പറ. എന്തിനിങ്ങനെ കിടന്ന് ഉരുളണത്? അതാണ് ഇത്ര സന്തോഷം. പുള്ളല് കാണുന്ന പോലെയുള്ളൊരു മുഖം. പിന്നെ അതൊക്കെ ചെയ്തോ മോനെ. ഇപ്പൊ നീ ചെയ്യുന്നത് ശരിയല്ല, പക്ഷേ തിരിച്ചു വന്നു കഴിയുമ്പോ ഞങ്ങളെ ടൂർ കൊണ്ടുപോകണം. കുറെ നാളായി ഞങ്ങൾ ആലപ്പുഴയില് ഹൗസ് ബോട്ടിൽ കൊണ്ടു. ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിൽ നീ പോയാൽ മതി, എനിക്ക് പോണ്ട. ചേച്ചിക്ക് മറ്റേ സ്ഥലത്ത് പോണോ? എടാ മുത്തൊക്കെ എപ്പോഴും കാണിച്ചു തരാറില്ല. ഒരിടയ്ക്ക് ഇങ്ങനെ കേൾക്കുമായിരുന്നല്ലോ, ഊട്ടി വഴി മസനഗുഡിക്ക് പോണത്. അതന്നെ, അവിടെ പോണോടാ. അവിടെ ഇപ്പൊ പോക്ക് നടക്കൂല. ഈ പറഞ്ഞ മുത്തുവിനെ പോലെ ഒരുപാട് കൊച്ചുങ്ങളത് കണ്ടിട്ട് അവിടെ മൊത്തം ഇടിച്ചേറി പോവുക. ട്രാഫിക് ആയി അടച്ചിട്ട് അവിടെ ഇനി പോണ്ട. അങ്ങോട്ടാരെ ആ വഴിയെ ക്ലോസ് ചെയ്ത് ഒരു കാര്യം നമ്മുടെ ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് ട്രാഫിക് ആയി. അതായി നെടുമുടിയിലാണ് ഒരു സ്ഥലത്ത്. ഇപ്പൊ ഞാൻ എന്റെ തേജിന്റെ അമ്മയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോഴത്തേക്ക് നമ്മള് അവിടെ പോയിരുന്നു. നെടുമുടി അടിപൊളി റിസോർട്ടാണ്. അവിടെ ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. അയ്യോ, ഞാൻ പറയാൻ വന്നതല്ല. ഞാൻ ഇച്ചിരി കഴിയുമ്പത്തേനും ഞാൻ ആശുപത്രി പോവാ. മറ്റേ രാഗിണി ചേച്ചി ആശുപത്രിയിൽ അഡ്മിറ്റ് അല്ല, നീ വരുന്ന? കുറഞ്ഞില്ലേ ചേച്ചിക്ക്? ഒന്ന് പോയി കണ്ടില്ലെങ്കിൽ മോശമല്ലേ? നാളെ വരെ നീ വാടി. ഞാൻ വരുന്നില്ല. ഇപ്പൊ ഏട്ടന് ഓരോന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് പോണ്ടില്ല, വാടി. സോപ്പ് ബ്രഷ് അതെന്തിനാ പല്ലൊക്കെ തേക്കോ നീയൊക്കെ? ആരെങ്കിലും ഒന്നിങ്ങോട്ട് വരേ, എന്റെ കാലുകൊണ്ട് എനിക്ക് വയ്യ. ഓ, അമ്മയ്ക്ക് ആ കുഴിനകത്തിന് ഭയങ്കര വേദനയാട്ടാ. ബ്രഷും പേസ്റ്റും പിന്നെ വെക്കാം. ഇങ്ങോട്ട് വെച്ചേക്ക്. രാവിലെ പല്ല് വെച്ചിട്ടല്ലേ പോവുള്ളൂ. അത് ഇങ്ങോട്ട് എടുത്ത് വെച്ചാ പോരെ? ഇരിക്കട്ടെ പറഞ്ഞതേ ഉള്ളു. ഒരെണ്ണല്ലേ ഉള്ളു, ആകെ 2-3 എന്താ അമ്മേ? കാലിനൊരു അയ്യോ, കുഴിനകത്തിന്റെയാ? ഇത് ഇത്ര ആയോ? അമ്മ വേദനയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ. ആൾറെഡി എനിക്ക് ഇന്നലെ വരെ അത്ര വലിയ വേദനയൊന്നും ഇല്ലായിരുന്നു. വലിയ വേദനയൊന്നല്ല, വേദന ഉണ്ടായിരുന്നു, അതെനിക്ക് സഹിക്കായിരുന്നു. ഇന്ന് നേരം വിളിച്ചപ്പോ തുടങ്ങിയതായി ഈ ഭയങ്കര വേദന. ഒരുമാതിരി ചുളാന്നും പറഞ്ഞു. ഓ, ഇതിനകത്ത് എന്താ അമ്മ പരട്ടിയേക്കണ? എന്താ പരട്ടിയിട്ടുണ്ടല്ലോ? എനിക്ക് വേദന സഹിക്കാൻ വയ്യതായപ്പോ ഞാൻ എന്റെ കുഴമ്പ് ഒത്തിരി പരട്ടി. ഓ, കുഴമ്പാണ് അമ്മയെ കുഴിനകത്തിന് പരട്ടണത്? ഞാൻ എന്താ ഒന്നാമത്തെ
തള്ളമാര് പ്രായമായി എന്ന് അംഗീകരിക്കണം. അടങ്ങി ഒതുങ്ങി പെരക്കാത്തിരിക്കണം. ആ ചെളിവെള്ളത്തിൽ പോയി നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ അന്മാരെ എന്തിനാ ചെളിവെള്ളത്തിൽ നിന്നത്? എടി ചെളിവെള്ളത്തിൽ പോയി കളിച്ചതല്ല ഞാൻ. എന്റെ സ്പൂൺ അങ്ങോട്ട് വീടപ്പോഴത്തേക്ക് ഒന്ന് ഇറങ്ങി എടുത്ത് ഇത്രയും ഞാൻ ചെയ്തോ. അയ്യോ പാവം. ചെരുപ്പ് മേടിച്ചു തന്നിട്ടുണ്ട്. ചെരുപ്പ് ഇടാതെ മുറ്റം വഴിയും പറമ്പ് വഴിയൊക്കെ നടക്കും. എന്റെ പൊന്നു മോളെ, ആ ചെരുപ്പിട്ട് അടിച്ച് എന്റെ ഈ തുണി അത്രയും ചെളി. അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പ്. ഇപ്പൊ വേദന സഹിക്കേണ്ടി വന്നില്ലേ? നല്ല വേദന ഉണ്ടല്ലേ? ഡേഡി ഇത് ഭയങ്കരമായിട്ട് പഴുത്തിട്ടുണ്ട്. അമ്മ എന്താ ഇട്ടേക്കുന്ന? കുഴമ്പെടുത്ത് വരട്ടുന്നു വേദന എടുത്തിട്ട്. എന്താന്ന് പറ. ഒരു കാര്യം ചെയ്യാം, ഈ കറ്റാർ വാഴയുടെ ആ ഇതും പച്ചമഞ്ഞളും കൂടി അരച്ച് വരട്ടിയാൽ നല്ലതാ. അത് വരട്ടിയിട്ടാ തുണി വെച്ച് കിട്ടാം. 2 ദിവസം കൊണ്ട് അങ്ങ് കുറയും. പച്ചമഞ്ഞൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കറ്റാർ വാഴ ഇടിയുണ്ട് വാടി. ആ സുൽച്ചേച്ചിയുടെ ബാ, ഞാൻ പച്ചമഞ്ഞൾ അരച്ചു തരാം. ബാ, വീട്ടിലിരിക്കണേ. കുറച്ച് മതിയല്ല? ഒരു തണ്ട് മതി. ആ അടക്കാൻ പറ്റുമോ? പക്ഷെ എന്റെ ദൈവമേ, ഇന്നത് പറയണ്ടേ? ഇത് വെച്ചോണ്ടിരിക്കണ എന്ത് കാര്യത്തിനാണ് ദൈവമേ? ചുളുവിളിക്കുന്നടാ, ചുളുപ്പ്. മുഖലക്ഷണം അല്ല, നഖലക്ഷണം കണ്ടിട്ടോ ഇത് കുഴിനകം കുത്തിയതാ. കുഴിനകം വന്നാ കുടുംബം കുഴികൊണ്ട് വന്നാ, കേട്ടിട്ടില്ലേ? ഭയങ്കര ദോഷം. ഈ നഖം ചത്തിരിക്കുക. ഈ പ്രായത്തിൽ എന്തായാലും ചത്ത നഖം കളിക്കാനൊന്നും പോകുന്നില്ല. ഷുഗർ കൂടുതലാണ്. എനിക്ക് ഷുഗർ ഒന്നും ഇല്ല. ആര് പറഞ്ഞു? ഞാൻ പരിശോധിച്ച് എന്ന് കഴിഞ്ഞ മാസത്തില്. അത് കഴിഞ്ഞ മാസമല്ലേ? അതിനുശേഷം ഇത്രയും ദിവസത്തിനിടയ്ക്ക് നല്ല രീതിയിൽ മധുരം എടുത്തിട്ടുണ്ട്. കണ്ട, കൈ ചുളുങ്ങി, കണ്ണിന്റെ നൈർമല്യത പോയി. മിക്കവാറും ഷുഗർ വന്ന് കുഴിനകം വന്ന് കാല് വരെ മുറിച്ച ചരിത്രങ്ങളുണ്ടെന്ന്. പേടിയാക്കരുതേ. അല്ല സൂക്ഷിച്ചാ. നീ ഇപ്പം അമ്മ തന്നെ ചാവണേന് കുത്തി കൊല്ലുവോ? അല്ല, ഞാൻ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടല്ലോ. ഒരു കാര്യം പറഞ്ഞ് പേടിപ്പിക്കാതെ നയത്തി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇങ്ങനെയാണോ നയത്തി പറഞ്ഞു കൊടുക്കുന്നത്? ഒരു കുഴപ്പമില്ല മേസ്, ആ കുഴിനകമൊക്കെ എല്ലാവർക്കും വരുന്നതാ. അയ്യോ, കാല് മുറിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കൂല. ഇപ്പൊ തരാം. കാല് വെപ്പുകാല് മേടിക്കാൻ കിട്ടും. ചൈനയുടെ സാധനം ഉണ്ട്. ചൈനയുടെ വെപ്പുകാലുണ്ട്. കിട്ടിയ പൊന്നോ, ഒരു കറ്റാർവാഴ ചോദിച്ചപ്പോഴത്തേക്ക് ആ സുലിച്ചേച്ചിയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. ഒരെണ്ണം ചോദിച്ചപ്പോ ഒരെണ്ണം തന്നെ തന്നു. അത് ഒന്നിനൊന്ന് ഫ്രീ ഉള്ള സമയത്ത് ചോദിക്കാൻ എന്തായിരുന്നു? മഞ്ഞൾ പച്ചമഞ്ഞൾ മഞ്ഞിച്ചാണോ ഇരിക്കുന്നത്? പിന്നല്ലാതെ ഇനി പച്ചമഞ്ഞൾ എന്ന് പറയുന്നത് പച്ചയല്ലേ എന്റെ കളറ്? പൊന്നോ, റെഡി, ഞാനൊരു കത്തി എടുത്തിട്ട് വരാം. ആ കറ്റാർവാഴ അങ്ങ് ഇതിന്റെ ഇത് കളയണ്ടേ ഈ സാധനം? ഇതങ്ങോട്ട് അരച്ചിട്ട് ഒരു ബൾബ് പോലെ ഈ തള്ളവറിനകത്തോട്ട് ഇട്ടാണ് കുഴുന്നതൊക്കെ. ഇത് കളയണ്ടേ ചേച്ചി? ആ പിന്നെ അതിന്റെ ആ നോക്കട്ടെ, കാല് നോക്കട്ടെ. ഞാൻ ഇതേ എടി, നല്ലോണം പഴുത്തിട്ടുണ്ട്. ഒരു പിന്ന് വെച്ച് പഴുപ്പ് കുത്തിക്കളഞ്ഞാലോ? വേണ്ട, വല്ല സെപ്റ്റിക് അടിച്ചാലോ? എന്നാ ഞാനൊരു തുണി എടുത്തിട്ട് വരട്ടെ. മകളെ പനി ഉണ്ടോന്ന് നോക്കിയേ. ചെറിയ ചൂടുണ്ട്. അത് ഇതിന്റെ ഈ കാല് വേദന എടുക്കുമ്പോഴത്തേക്ക് ചെറിയ പനിയൊക്കെ വരും. ഓ, എന്നാലും അമ്മ ഇത്രയും കൂടാൻ വേണ്ടി നോക്കി ഇരുന്നല്ലോ എന്റെ അമ്മ. എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ വെച്ചോണ്ടിരിക്കല്? കലച്ച് നിൽക്ക്, ഞാനൊരു തുണി എടുത്തിട്ട് വരട്ടെ. ഇത് ഇതിന്റെ അകത്തോട്ട് ഇട്ടാ പോരെ? ആ, അത് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിക്കണോ? ഇത് കാണുമ്പോ എനിക്ക് ആറ്റുവാളെ ഓർമ്മ വരുന്നത്. ആറ്റുവാള നമ്മൾ വറുത്ത് തിന്നുന്ന ഓർമ്മയുണ്ടോ? ഇതേപോലെ കട്ട് അങ്ങനെയൊക്കെ തോന്നും. എന്ത് പലതും തോന്നുന്നു. തുണി എടുക്കാൻ പോയാലും ചെയ്യും. തുണി എടുത്തില്ലേ ചേച്ചി? എന്റെ മോളെ ഇവിടെ ഒരു മുറിവിനൊക്കെ കെട്ടാൻ വേണ്ടി ഒരു തുണി വെച്ചിരുന്നു. ഈ ക്ലീറ്റോനെ കൊണ്ട് ഒരു പണി ഒന്നും നടക്കൂല. അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നോക്കട്ടെ. മരുന്ന് വെക്കണ്ടേ? എന്റെ ദൈവമേ, ആശുപത്രി പോകാനുള്ള സമയവും വൈകും. നീ എങ്ങോട്ട് പോണ്? എനിക്ക് ആ ചേച്ചിനെ, ആ രാണി ചേച്ചിനെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ വരെ പോണം. അമ്മയ്ക്ക് ഇത് ചെയ്ത് തന്നിട്ട് പോവാന്ന് വിചാരിച്ചല്ലേ. നീ ആശുപത്രി പോണെങ്കിൽ ഞാൻ പിന്നെ വെറുതെ ഇവിടെ ഇരിക്കുന്നതിന് ഞാൻ അവിടെ പോയിരിക്കാം എന്റെ വീട്ടില്. പെരട്ടിട്ട് പോവാന്ന്. പിന്നെ ഇവിടുന്ന് പെരട്ടിട്ട് അങ്ങ് പോകാമേ. നീ അങ്ങോട്ട് കൊണ്ടുപോവാ തുണി. നീ പോകാനുള്ള കാര്യങ്ങൾ നോക്ക്. അമ്മക്കിനെ അങ്ങോട്ട് നടക്കാൻ പറ്റുമോ? പിന്നെ ഇങ്ങോട്ട് നടന്നു വരാമെങ്കിൽ എനിക്ക് അങ്ങോട്ട് നടന്നു. അങ്ങോട്ട് കൊണ്ടുപോവാ മക്കളെ. അങ്ങോട്ട് വന്നാ മതി. തുണിയും കൊണ്ട് അങ്ങോട്ട് അത് നോക്കി എടുത്തോണ്ട് വാ. ലില്ലി, അവിടെ തുണി ഉണ്ടോന്നൊന്ന് നോക്കണേ. നോക്കിട്ട് കിട്ടണില്ല. ആ, നോക്കാം. സംഭവം എന്നിട്ട് ഇത് നമുക്ക് വൈകിട്ട് ഇച്ചിരി ഉപ്പിട്ടൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ 2ാം വീട് ഇട്ടിട്ട്
അല്ല ഇന്നത്തെ ദിവസം അമ്മ കുളിക്കുമ്പോ കാലം നനയ്ക്കായിരിക്കണം. അല്ലെ വൈകുന്നേരം കുളിക്കണ്ടേ? ഇനി കുളിക്കണ്ട കേട്ടാ. മൊത്തം പൊതിഞ്ഞ് കെട്ടി കേട്ടാ. അനക്കാൻ വയ്യ എന്റെ. നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. പതുക്കെ കിട്ടും. കെട്ട് തന്നെ. ഈ തുണി കിട്ടിയെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ? ചേച്ചിയല്ലേ പറഞ്ഞത് തുണി എടുത്ത് കെട്ടിക്കോളാനായിട്ട്. ഇനി തുണി കിട്ടിയിട്ട് ഇവിടുന്ന് വിളിച്ച് പറയണം. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? അത് വിളിച്ചു കിട്ടണം. വെച്ച് കെട്ടണേ. ഇതെന്തിനീ വൈകിട്ട് കെട്ടണ്ടേ? വെച്ച് കെട്ടണേന്റെ അല്ല, വൈകിട്ട് നാളെ കെട്ടിയ ഈറ്റോന്റെ ഏതോ എന്താ ആവശ്യത്തിന് കൊണ്ടുവന്ന് വെച്ചാൽ തുണി അതിന് ഞാൻ പൊടി കീറിയതാണോ? ദൈവത്തിനറിയാം. കൊടിയാ എങ്ങനെ ഉണ്ടമ്മേ? ഇതിട്ടാ കറ്റാർവാഴ ഇട്ടില്ലേ? എല്ലായിട്ട് ഭയങ്കര വേദന ഉണ്ടെന്ന് തോന്നി ചേച്ചി. പക്ഷെ എന്ത് സാരമില്ല, സഹിക്കമ്മ. അല്ലാതെ എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ ഞാൻ ആശുപത്രി പോയിട്ട് വരാം. ഇനി വൈകുന്നേരം ആയ വല്ല ഇടിയും മഴയൊക്കെ വരും. പിന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി നീ. നീ എന്തായാലും ആശുപത്രി പോവല്ലേ? അല്ല ഇത്രയും വേദനയാണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ ചിലപ്പോ കുറയുമായിരിക്കും. പെയിൻ കില്ലർ അല്ല, ഇത് ഉണങ്ങിക്കോളും. അമ്മ വരുന്നെങ്കി വരുന്നോ? കരയില്ലേ? നല്ല വേദനയുണ്ട്, അതുകൊണ്ട് അമ്മ പോവാന്ന് പറഞ്ഞു. സാരമില്ല, പോട്ടെ പോട്ടെ പോട്ടെ. ചെറിയ ചൂടുണ്ട്. ഒരു മേക്കാച്ചിലുണ്ട്. എന്നാ പിന്നെ തുണി മാറ്. ഞാൻ വേഗം റെഡി ആയിട്ട് വരാം കേട്ടാ. ഞാൻ മാറ്റിക്കോളാം. നീ പോയി. ഉടുത്തിട്ട് വരാപ്പത്തേനും റെഡിയായി നിക്കട്ടാ. ഞാൻ ഉടുത്തിട്ട് വരാപ്പത്തേനും റെഡിയായി നിക്ക്. സാരി മാറാമേ നമുക്ക് പോയി. അയ്യോ എനിക്ക് ഒന്നും മാറാൻ വയ്യ. ഇത് മതി, എന്നെ കൊണ്ടൊന്ന് ആശുപത്രി പോയാ മതി. ഇതിനിപ്പോ കുഴപ്പമൊന്നുമില്ല, ഉള്ളത് മതി. ഇനിയിപ്പോ കല്യാണത്തിനൊന്നുമല്ലോ പോണത്. ഇനി മാറാനൊന്നും വയ്യ. നല്ല വൃത്തിയായിട്ടുണ്ട്. ഞാൻ കൂടെ പോയാൽ മതിയായിരുന്നല്ലേ? ശരിയായിരുന്നു. അവര് വിളിക്കുകയാണോ ചെയ്തോ? ഇല്ല, മനുഷ്യന്റെ ഇടപാട് തീർന്നു. ഇവിടെ കഴിക്കടാ. അത് പറ്റത്തില്ല. എന്ത് ഇവിടെ സ്പെഷ്യലാണ് ഞണ്ട് കറി. ഇവരെ കുറെ എടുത്തുണ്ടോ? പച്ചച്ചണ്ട് ചട്ടി കിടക്കുന്നേ ഉള്ളൂ, വന്നിട്ട് വേണം കറി വെക്കാൻ. കഴിക്കുന്നില്ല. വേണ്ട ഞണ്ട് കഴിക്കണ്ട. എങ്ങാനും കഴിച്ചിട്ട് വല്ല വയറിന് കംപ്ലൈന്റ് ആയി ഞാൻ നാളത്തെ പോക്ക് വെള്ളത്തിലാവും. അയ്യോ, എല്ലാരും പോക്ക് വെള്ളത്തിലല്ലേ? അല്ല കാലിക്കട ബോട്ടിനകത്ത് അത് വെള്ളമല്ലേ? കോമഡി. എത്ര നേരമായില്ലേ അവര് പോയിട്ട്, എന്താ വരാത്തത്? അത് പിന്നെ അവിടെ പോയി ക്യൂ നിക്കണം, ടിക്കറ്റ് എടുക്കണം. സിനിമക്കാണോ പോയത്? അയ്യോ ആ കോമഡി ഒന്ന് എഴുതി വെച്ചാ. അയ്യോ അല്ല ടിക്കറ്റ് തുണ്ട് ചീട്ട്. ആ ചീട്ട് എന്ന് പറഞ്ഞാൽ അത് ടിക്കറ്റ് എടുക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്തെങ്കിലും പോട്ടെ, എന്തെങ്കിലും അവിടെ പോയി എടുക്കണം. അതിനുശേഷം പിന്നെ ഡോക്ടറെ കാണാൻ ക്യൂ നിൽക്കണം, ഡോക്ടറെ കാണണം, ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്ന് നോക്കണം, പിന്നെ എക്സ്റേ വല്ലതും ഉണ്ട് അത് എടുക്കണം, രക്തകഫം മലമൂത്രം അത് ടെസ്റ്റ് ചെക്ക് ചെയ്യണം. കുഴിനകത്തിനാ പോകുമ്പോ എല്ലാം ചെക്ക് ചെയ്യുമല്ലോ. വേറെ ജോലിയിലായിരിക്കല്ലേ, വരുന്നവരെ മുഴുവൻ പിഴിഞ്ഞ് എടുക്കുമല്ലോ. അത് കഴിഞ്ഞ് കൊടുക്കുന്ന ഫാർമസിയിൽ പോയിട്ട് ആ മരുന്ന് മേടിക്കണം, ഇനി ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. സമയം എടുക്കും, ഒരാഴ്ച കഴിയും വരെ. ഏട്ടൻ പറഞ്ഞ വെച്ച് നോക്കുമ്പോ ഒരാഴ്ച കഴിയും. എങ്ങുമില്ല. തങ്കച്ചേട്ടൻ ഇതൊരു പരുവത്. ഇനി എവിടെയാണാവോ? ചില്ലറ വെച്ചേ കെട്ടിയല്ലേ? നനയല്ലേ? ഒരു കുഴിനകത്തിന് 550 രൂപ. സാരമില്ല, പിന്നെ അസുഖം മാറണ്ടേ? എല്ലാം പറഞ്ഞതേ ഉള്ളു. ചേച്ചി എന്തുപറ്റി? ഒന്നുമില്ല. അല്ല, അവരുടെ കൂട്ടുകാരിക്ക് ഇച്ചിരി കൂടുതലാണ്. അപ്പൊ തുടങ്ങിയതാണ് ഈ കരുത്തിലും വേദന. അത് പിന്നെ ഇപ്പൊ അങ്ങനെയല്ലേ, മനുഷ്യർക്ക് ആർക്കാണ് എപ്പോഴാണ് എന്താണ് വരുന്നത് ആർക്കും അറിഞ്ഞൂടാ. അസുഖം വരുമ്പോ ട്രീറ്റ് ചെയ്യണം, അതങ്ങ് മാറും. നീ അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? അവർക്ക് അസുഖം മാറാനല്ലേ ആശുപത്രി അഡ്മിറ്റ് ആയിരിക്കുന്നത്. പിന്നെന്തോ അത്ര വലിയ കൂട്ടൊന്നും അടുപ്പമൊന്നുമില്ല. എന്നാലും ഇതാണ് ഇവളെ സ്വഭാവം. ആർക്ക് എന്തെന്ന് പറഞ്ഞാലും അവക്ക് സഹിക്കാൻ കുഴപ്പമൊന്നും വരില്ലടി. ചേച്ചിക്ക് നല്ല വിഷമമുണ്ടോ? ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അമ്മേനൊന്നുകൊണ്ട് കിടത്തേട്ടാ. ചേച്ചി ചേച്ചി ഇത്ര കിടന്ന് കരയണത്? അതിന് അവർ നമ്മുടെ സ്വന്തക്കാരൊന്നും അല്ലല്ലോ. ചേച്ചിയായിട്ട് അധികം അടുപ്പവും ഇല്ല. എന്താന്ന്? അതുകൊണ്ടല്ല. പിന്നെന്താ? എന്താ? നമ്മുടെ അമ്മയ്ക്ക് എന്തോന്ന്? അതെന്ത് സാധനം? എനിക്കറിഞ്ഞൂടെ, എന്തോ മാരക അസുഖ.
അയ്യോ എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അമ്മയ്ക്കാ? ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു ലില്ലി. എന്തോ ഒന്ന് കരയാതൊന്ന് ചേച്ചി തെളിച്ച് പറഞ്ഞേ. എനിക്കറിയില്ല ലില്ലി, അമ്മേനെ കാല് കണ്ടിട്ട് ഡോക്ടർ അറിയുന്നു നൈക്കോമൈക്കോസിസാണ്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന്. എന്റെ അമ്മ അസുഖമൊക്കെ എല്ലാവർക്കും വരത്തില്ല ചേച്ചി. ദേവി ഇപ്പോഴെങ്കിലും കാല് കാണിക്കാൻ പോയി നന്നായി. ഷടാ, ഇതിപ്പോ കൂട്ടുകാരിക്ക് അസുഖം പറഞ്ഞു ഇങ്ങനെ നടന്ന് കരയേണ്ട കാര്യം എന്തോ? കിടക്കിന് ക്ലീറ്റാൻ പറ്റുമ്പോ എന്തെങ്കിലും ആന്ന് പറഞ്ഞാൽ ഇത് മരണ വീടാക്കുമല്ലോ. അമ്മ അറിഞ്ഞ ചേച്ചി വന്നിട്ട് ഇല്ല, എന്തോ അമ്മ അറിയുന്ന കാര്യം? അമ്മ കേട്ടില്ല. ഇല്ലിപ്പണ്ണേ, അല്ല അമ്മയുടെ കാര്യം എന്തോ പറഞ്ഞു പറ. അമ്മയ്ക്ക് വയ്യടാ. അമ്മയ്ക്ക് എന്താ പറ്റി? അവിടെ അമ്മയുടെ കാല് കാണിക്കാൻ പോയപ്പോഴത്തേക്ക് ഡോക്ടർ എന്താ പറഞ്ഞത്, അമ്മയ്ക്ക് എന്തോ വലിയ അസുഖം വന്നു. എന്താ ചേച്ചി ആ അസുഖത്തിന്റെ പേര്? നൈക്കോമൈക്കോസിസ്. കർത്താവേ, പേര് കേൾക്കുമ്പോ തന്നെ അറിയാം ക്യാൻസറിനെക്കാളും വേണ്ട വലിയ അസുഖം. അച്ചാ അമ്മ അറിഞ്ഞിട്ടൊന്നുമില്ല, അവിടെ ചെന്നൊന്നും പറഞ്ഞേക്കരുതേ. ഏട്ടനോട് പറയാൻ ചേച്ചി വാ. എനിക്ക് അവരോട് പറയാൻ താങ്ങൂല. മണ്ടത്തരം പറയല്ലേ ലില്ലിപ്പണ്ണെ. ഒന്നത് മച്ചമ്പി കൂട്ടുകാരുടെ കൂടെ നാളെ എവിടെ പാനുള്ള ആ ഒരു സന്തോഷം മൂടിയിരിക്കുക. ഇതിപ്പോ അസുഖം എന്ന് പറഞ്ഞ് ഇന്നേതാണ്ട് സംഭവിക്കുന്നോ? ഇനിയിപ്പോ വന്നിട്ട് ചികിത്സ, ഡോക്ടർ, സ്കാനിങ് കുറെ കാലമില്ലേ. എന്തായാലും മച്ചമ്പി പോയിട്ട് വന്നിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ ആ ഒരു സന്തോഷം കളയല്ലേ. ക്ലീറ്റോ ചേട്ടനോട് പറഞ്ഞ ആ ക്ലീറ്റ മച്ചമ്പി വിളിച്ചു പറ. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ അവൻ അറിയണ്ടേ അവന്റെ അമ്മയുടെ കാര്യം. അറിയണം വാ. ടൂറൊക്കെ പിന്നെ ആണെങ്കിലും പോവാം വാ ചേച്ചി. ഇത് മണ്ടത്തരമെന്നേ ഞാൻ പറയുന്നു. പോടുന്നു എനിക്ക് പറയാൻ പറ്റൂല ലില്ലി. ചേച്ചി ഒന്ന് വന്നേ, ഞാൻ പറഞ്ഞു വേണം വാ. ദൈവമേ, പാവം ഭാഗ്യമൊക്കെ റെഡിയാക്കിയിരിക്കുക. തേജ് സാറ് രാവിലെ എത്തും, കൊല്ലത്തെത്തും, രാവിലെ തന്നെ എത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ബിജു സാറിൻ്റെ അളിയൻ അവിടെ മറ്റേ ഇതില്ലേ കിസൈസിലൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായിട്ട് പുള്ളി പോയിരുന്നു. പുള്ളി ഇന്ന് വൈകുന്നേരം എത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ പുള്ളി അവിടെ എത്തും. പിന്നെ നമ്മളെല്ലാം അവിടെ ചേർന്നിട്ട് അവിടെ നിന്ന് പോകാം. അങ്ങനെയല്ലേ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ആ 3/4 എൻ്റെ ഇല്ലായിരുന്നു, ഒരെണ്ണം പഴയ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം വെള്ളത്തിലൊക്കെ ഇറങ്ങേണ്ടി ഉണ്ടെങ്കില. ആ ആ ആ ശരി ശരി, പിന്നെ നാളെ കാണാൻ പൊളിക്കാം നമുക്ക്. ആ ശരി, അപ്പം ശരിയാണ്, ഞാൻ വിളിക്കാം. ശരി. എടി ഇതെന്തോ ഈ കാണിക്കുന്നത് നീ? എടി ഇങ്ങനെ സങ്കടപ്പാണ് എന്തിരിക്കുന്നത്? അസുഖം വരുമ്പോ അങ്ങനെ തന്നെ. ആർക്കൊക്കെ എന്തൊക്കെ എപ്പോ വരുന്നു അങ്ങനെ അറിയാം. നമുക്കൊരു കാര്യം, നാളെ ഭർത്താനോട് അങ്ങോട്ട് പോയിക്കോ. ഇത് വേറെ എന്താ? ഡേയ് എന്താ എന്റെ പ്രശ്ന നേരത്തില്? ഒരു കൂട്ടുകാരി കൊണ്ട് ഇങ്ങനെ വരണ്ടായിരുന്നല്ലോ. കാര്യം വേണ്ട ഇങ്ങോട്ട് കരഞ്ഞോട്ട് കാര്യമുണ്ടാ? പറയേച്ചി, അതില് വലുതൊന്നും അല്ലല്ലോ ടൂറ്. ടൂറ് വരുന്നു ബന്ധം. അമ്മയുടെ അമ്മ മകത്തോയി കിടന്ന് വൈന്ന് പറഞ്ഞിട്ട് പോയി. നീ എന്താ കാര്യം വേണേ? നമ്മുടെ അമ്മേനെ അധികം നാളുണ്ടാവൂല. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ അമ്മേനെ പരിശോധിച്ചിട്ട് അമ്മയ്ക്ക് എന്തോ വലിയ മാരകമായിട്ടുള്ള അസുഖം എന്ന് പറഞ്ഞെന്ന്. എന്തേച്ചാ അതിന്റെ പേര്? അങ്ങനെ എന്താണ്ട് പേര്, എന്തോ ഉനൈക്കോമൈക്കോസിസ്. എന്തിനാണ് എനിക്കറിയുടെ എന്തോ മാരകാസുഖമാണ്. എന്താ എന്റെ പേരെന്താണ്? ഇത് അത് വലിയ അസുഖം ആര് പറഞ്ഞെടുത്ത്? ഇതൊക്കെ പറയണോ? പേരിട്ട് അറിഞ്ഞൂടെ കാര്യ. അങ്ങനെയൊന്നും വരില്ലടി. സോറി സാറേ, എന്തുകൊണ്ട് സുഖമായിരിക്കുന്ന? ഈ എങ്ങനെ അല്ല ഞാൻ വിളിച്ചതേ, ഈ എന്റെ പേരെന്താണ്? സാറേ ഈ ഒന്നുമില്ല, ഒരു കാര്യത്തിന് കാര്യം. ഈ യുനൈക്കോ മൈക്കോസിസ് എന്ന് പറഞ്ഞാൽ എന്താ സാർ? ഒനൈക്കോ മൈക്കോസിസ് എന്ന് പറഞ്ഞാൽ എന്താ സാർ? അത് ഇത് മാരകരോഗം എന്റെ അടുത്ത് ആരാ പറയുന്നത്? അവിടെ ഡോക്ടർ സിസ്റ്റർമാർ എന്റെ അടുത്ത് പറഞ്ഞില്ല. അമ്മയുടെ കാലിട്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഡ്രസ് ചെയ്ത് തന്നോട്. മൈക്കോസിസ് എന്താണ്? എന്താ
കുഴിനകം. കുഴിനകാണെന്ന് നമുക്കറിയാലോ. ഞാൻ വിചാരിച്ചു നിന്റെ അടുത്ത് ഡോക്ടറാണ് പറഞ്ഞത്. ഞാൻ പറയാം എന്താ സംഭവിച്ചെന്ന്. അമ്മേനെ കണ്ടപ്പോഴത്തേനും ഇതുപോലെ കുഴിനകാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സിസ്റ്റർമാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഡുനൈക്കോമൈക്കോസിസ് ആണ്, ശ്രദ്ധിക്കണം, നല്ലോണം ഡ്രസ് ചെയ്ത് വിടാൻ പറഞ്ഞു. സത്യമായിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച എന്താണെന്നറിയാം, നാളെ ഞാൻ ഫോണിൽ നോക്കിയപ്പോ കണ്ടായിരുന്നു പിള്ളേര് ചെളിവെള്ളത്തിൽ ഇറങ്ങുമ്പോ ഒരു ബാക്ടീരിയ തലേ കയറി തലച്ചോറ് തിന്നുന്നു. അതുപോലെ എന്തോ അസുഖം ഞാൻ അതെ, ഇത് കാലിൽ കൂടിയും കയറല്ലോ. അങ്ങനെ ഈ കുഴിനകം അതിന്റെ എന്തോ ഇതാന്നാ ഞാൻ വിചാരിച്ചേ. ഓ സമാധാനേ, എന്തായാലും അമ്മയ്ക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ. ഇത് അച്ഛമ്മേ, തങ്കൻ ചേട്ടത്തി കരഞ്ഞത് കൂട്ടുകാരിയുടെ അസുഖം ആലോചിച്ചിട്ടാ, അല്ല വേറെ ഒന്നുമല്ല കേട്ടോ. മറ്റേ അസുഖല്ലേ, യുനൈക്കോമൈക്കോസിസ്. അത് മച്ചമ്മ മാരക രോഗം അത്.